بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. إن للمتقين مفازا. വചനം 31. ഇന്നലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക്, ഭയഭക്തന്മാർക്കുണ്ട്, മഫാസ വിജയം, ഭാഗ്യത്തിന്റെ സ്ഥലം. നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് വിജയം അഥവാ ഭാഗ്യസ്ഥാനം ഉണ്ട്. حدائق وأعنابا. അതായത് തോപ്പുകളും മുന്തിരിവള്ളികളും. വചനം 32. ഹദായിഖ, അതായത് തോപ്പുകൾ, വഅഅ്നാബ മുന്തിരികളും. وكواعب أترابا. വചനം 33. വകവാഇബ, സ്തനം തുടിച്ച തരുണികളും. അത്റോബ, സമപ്രായക്കാരായ, ഇണയൊത്ത സമപ്രായക്കാരായ സ്തനം തുടിച്ച തരുണികളും. وكأسا دهاقا. വചനം 34. വകഅ്സൻ, കള്ളിന്റെ കോപ്പയും. ദിഹാഖോ, നിറഞ്ഞ സമൃദ്ധമായ കള്ളിന്റെ നിറഞ്ഞ കോപ്പകളും ഉണ്ട്. لا يسمعون فيها لغوا ولا كذابا. വചനം 35. ലാ യസ്മഊന, അവർ കേൾക്കുകയില്ല. ഫീഹ, അതിൽ വെച്ച്. ലഗ്വൻ, ഒരു അനാവശ്യവും നിരർത്ഥവും. വലാ കിദ്ദാബ, വ്യാജമായതും ഇല്ല. അവിടത്തിൽ വെച്ച് വല്ല അനാവശ്യമാകട്ടെ വ്യാജവാർത്തയാകട്ടെ അവർ കേൾക്കുന്നതല്ല. جزاء من ربك عطاء حسابا. വചനം 36. ജസാഅൻ, പ്രതിഫലമായിട്ട്. മിർ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന്. അതോഅൻ, സമ്മാനം, ദാനം. ഹിസാബ, കണക്കൊത്ത, മതിയായ, തികഞ്ഞ. നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പ്രതിഫലം, അതായത് കണക്കൊത്ത അഥവാ തികച്ചും മതിയായ സമ്മാനം. رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا. വചനം 37. റബ്ബുസ്സമാവാതി, അതായത് ആകാശങ്ങളുടെ രക്ഷിതാവ്. വൽ അർളി, ഭൂമിയുടെയും. വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ളതിന്റെയും. അർ റഹ്മാൻ, പരമകാരുണികനായുള്ളവൻ. ലാ യംലികൂന, അവർ അധീനമാക്കുകയില്ല, അവർക്ക് സാധ്യമാകുകയില്ല. മിൻഹു, അവനോട്. ഖിതാബ, അഭിമുഖ സംഭാഷണം, സംസാരം. അതെ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവ രണ്ടിനുമിടയിലുള്ളതിന്റെയും രക്ഷിതാവിന്റെ, പരമകാരുണ്യകനായുള്ളവന്റെ വക സമ്മാനം. അവനോട് അഭിമുഖ സംസാരത്തിന് അവർക്ക് ആർക്കും സാധിക്കുകയില്ല. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا.
വചനം 38. യൗമ യഖൂമു നിൽക്കുന്ന ദിവസം, അർ-റൂഹു റൂഹ് ആത്മാവ്, വൽ മലായികത്തു മലക്കുകളും, സൊഫൻ അണിയായി, ലാ യതകല്ലമൂൻ അവർ സംസാരിക്കുകയില്ല, ഇല്ലാ മൻ യാതൊരുവനല്ലാതെ, അദിനലഹു അവന് അനുവാദം നൽകിയിരിക്കുന്നു, അർ-റഹ്മാൻ പരമകാരുണികൻ, വഖാല താൻ പറയുകയും ചെയ്തിരിക്കുന്നു, സവാബ ശരിയായത്, നേരായുള്ളത്, ചൊവ്വായത്. റൂഹും അഥവാ ആത്മാവും മലക്കുകളും അണിയായി നിൽക്കുന്ന ദിവസം, അന്ന് പരമകാരുണ്യകനായുള്ളവൻ ഏതൊരുവന് അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ അവർ ആരും തന്നെ സംസാരിക്കുകയില്ല. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. വചനം 39. ذلك അതത്രേ, അൽ യൗമുൽ ഹഖ് യഥാർത്ഥ ദിവസം, ഫമൻ ശാഅ ആകയാൽ എന്നാൽ ആർ ഉദ്ദേശിച്ചുവോ, ഇത്തഖദ അവൻ ഏർപ്പെടുത്തട്ടെ ഉണ്ടാക്കട്ടെ, ഇലാ റബ്ബിഹി തന്റെ റബ്ബിങ്കലേക്ക്, മആബ ഒരു സങ്കേതം, മടക്കസ്ഥാനം, മടക്കം. അതത്രേ യഥാർത്ഥ ദിവസം, ആകയാൽ വേണമെന്ന് ആർ ഉദ്ദേശിച്ചുവോ അവൻ തന്റെ രക്ഷിതാവിങ്കലേക്കു മടങ്ങുവാനുള്ള സങ്കേതം ഏർപ്പെടുത്തിക്കൊള്ളട്ടെ. إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. വചനം 40. ഇന്ന നിശ്ചയമായും നാം, അൻദർനാക്കും നിങ്ങൾക്ക് മുന്നറിയിപ്പ് അഥവാ താക്കീത് നൽകിയിരിക്കുന്നു, അദാബൻ ഒരു ശിക്ഷയെക്കുറിച്ച്, ഖരീബൻ അടുത്ത സമീപസ്ഥമായ, യൗമ യൻളുറു നോക്കുന്ന ദിവസം, കാണുന്ന ദിവസം, അൽ മർഉ മനുഷ്യൻ, മാ ഖദ്ദമത് മുൻ ചെയ്തതിനെ, യദാഹു തന്റെ രണ്ടു കരങ്ങൾ, കൈകൾ, വയഖൂലു പറയുകയും ചെയ്യും, പറയുന്നതുമായ, അൽ കാഫിർ അവിശ്വാസി, യാ ലൈതനീ അയ്യോ ഞാനായെങ്കിൽ, കുൻതു ആയിരുന്നു എങ്കിൽ, തുറാബ മണ്ണ്. ജനങ്ങളെ, നിശ്ചയമായും സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് നാം ഇതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതെ, മനുഷ്യൻ തന്റെ കരങ്ങൾ മുൻ ചെയ്തു വച്ചതിനെ നോക്കിക്കാണുന്ന ദിവസം അവിശ്വാസിയായുള്ളവൻ അന്ന് പറയും, അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന്. വ്യാജവാദികളുടെ ശിക്ഷകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ 26-ാം വചനത്തിൽ യോജിച്ച പ്രതിഫലം അഥവാ ജസാഅൻ വിഫാഖ എന്നു പറഞ്ഞുവല്ലോ. ഭയഭക്തന്മാരുടെ പ്രതിഫലത്തെപ്പറ്റി ഇവിടെ പറഞ്ഞതു നോക്കുക. നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം അഥവാ ജസാഅൻ മിർ റബ്ബിക എന്നും മതിയായ സമ്മാനം അഥവാ അതാഅൻ ഹിസാബ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നു. ദുഷ്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അവക്കു സമാനമായ ശിക്ഷ മാത്രമായിരിക്കുമല്ലോ. സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലമാകട്ടെ 10 ഇരട്ടിയും അതിലധികവുമായിരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ രണ്ടു കൂട്ടരുടെ പ്രതിഫലത്തെയും വ്യത്യസ്ത രൂപത്തിൽ വിശേഷിപ്പിച്ചതിന്റെ രഹസ്യം മനസ്സിലാക്കാവുന്നതാണ്.
അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായി നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ പ്രവാചകന്മാർ പോലും എന്റെ കാര്യം എന്ന് പറഞ്ഞേക്കുന്ന ആ ഭയങ്കര ദിനത്തിൽ തന്നെപ്പറ്റി എന്തു തീരുമാനമാണ് ലോകനേതാവ് തീരുമാനിക്കുന്നതെന്ന് ഓരോരുത്തരും പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തുനിൽക്കുന്ന ആ സ്തംഭനഘട്ടത്തിൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ വല്ലതും ഉരിയാടുവാൻ ആർക്കു സാധിക്കും? ഇല്ല, അവൻ അനുമതി നൽകുകയും അവൻ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടുവാൻ സാധ്യമല്ല. യൗമയഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നി. അതു വന്നെത്തുന്ന ദിവസം ഒരാളും തന്നെ അവന്റെ അഥവാ അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ സംസാരിക്കയില്ല. സൂറത്തുൽ ഹൂദ് 105. മൻദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അവന്റെ അനുവാദമില്ലാതെ അവന്റെ അടുക്കൽ ആർ ശുപാർശ ചെയ്യും? സൂറത്തുൽ ബഖറ 255. സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആർക്കായിരിക്കുമെന്ന് വഖാല സവാബ, ശരിയായത് പറയുകയും ചെയ്തു എന്ന വാക്യം മുഖേന അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അഥവാ ഇഹത്തിൽ വെച്ച് തൗഹീദിന്റെ വാക്യവും തദടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ചവർ. റൂഹും മലക്കുകളും അറൂഹു വൽ മലായിക്ക എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ റൂഹ് കൊണ്ട് ഉദ്ദേശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കാണെന്നും മനുഷ്യാത്മാക്കളാണെന്നും മറ്റും അഭിപ്രായങ്ങളുണ്ട്. ജിബ്രീലിനെ പറ്റി റൂഹ് എന്ന് ഖുർആനിലും ഹദീസിലും ഉപയോഗിക്കാറുള്ളതാണ്. എങ്കിലും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അഭിപ്രായപ്പെട്ടതുപോലെ ഇവിടെ മനുഷ്യാത്മാക്കളാണ് ഉദ്ദേശമെന്നതാണ് കൂടുതൽ സന്ദർഭോചിതമായി കാണുന്നത്. അല്ലാഹു ആലം. അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ അവിശ്വാസികൾ കൊതിച്ചുപോകും, തങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെടാതെ വെറും മണ്ണായിരുന്നുവെങ്കിൽ നന്നായേനെ, എന്നാൽ ഇതൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ എന്നൊക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്നും ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: എല്ലാ സൃഷ്ടികളും ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും, കാലികളും പറവകളും ഇതര ജീവികളുമെല്ലാം തന്നെ. അങ്ങനെ കൊമ്പില്ലാത്തവർക്ക് കൊമ്പുള്ള ജീവികളിൽ നിന്ന് പ്രതികാരം എടുത്തുകൊള്ളത്തക്കവണ്ണം അള്ളാഹു നടപടിയെടുക്കും. പിന്നീട് അവയോട് അള്ളാഹു നിങ്ങൾ മണ്ണായിക്കൊള്ളുക എന്ന് പറയും. അപ്പോഴാണ് അവിശ്വാസിയായവൻ അയ്യോ ഞാൻ മണ്ണായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് പറയുക.